And our goal is not in hand. ഹായ് എവരി വൺ, വെൽക്കം ടു സ്റ്റാർഡിസ്റ്റ് അക്കാഡമി. ഞാൻ റോഷ്ന. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള മൊഡ്യൂളിൽ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡർ എന്നുള്ള പോർഷൻസ് ആണ്. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർഡ് ബൈ ബിസിനസ് കൺസേൺസ് അറ്റ് ദ എൻഡ് ഓഫ് എൻ അക്കൗണ്ടിങ് ഇയർ. ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിൽ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. എന്തിനാണത് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ദ ബിസിനസ്. ആ ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായെന്ന് നമുക്കറിയണം അല്ലേ. അതിനാണ് നമ്മൾ ഇത്രയും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നത്. നമ്മൾ ജേർണൽ മുതൽ ജേർണൽ ചെയ്തു, അല്ല റെക്കോർഡ് ചെയ്ത് വെച്ചു, ലെഡ്ജറിൽ നമ്മളതൊക്കെ ക്ലാസിഫൈ ചെയ്ത് അലോക്കേറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമുക്കറിയണം ഒരു ഇയർ എൻഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായത്. അപ്പോൾ അതറിയാനും ഫോർ ദ അക്കൗണ്ടിങ് ഇയർ, ആ അക്കൗണ്ടിങ് ഇയറിലുള്ള പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായതെന്ന് അറിയാൻ വേണ്ടിയിട്ടും, ആൻഡ് ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് അറ്റ് ദ ക്ലോസിംഗ് ഡേറ്റ്. ക്ലോസിംഗ് ഡേറ്റിൽ ആ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, അവിടുത്തെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ പൊസിഷൻ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ രണ്ട് എയിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് ടു ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ ഓഫ് ദ ബിസിനസ്, രണ്ടാമത്തത് ടു നോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. Thus, the final accounts of a sole trader usually include, നമ്മളിപ്പോൾ സോൾ ട്രേഡറിനെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ സോൾ ട്രേഡറിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുവാണെങ്കിൽ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. ഒന്നാമത്തെ ട്രേഡിംഗ് അക്കൗണ്ട്, രണ്ടാമത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, മൂന്നാമത്തെ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്, സോൾ ട്രേഡറിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. If the trader manufactures products meant for sale, അപ്പോൾ മാനുഫാക്ചർ ചെയ്തിട്ട് സെയിൽ ചെയ്യുന്ന ഒരു ട്രേഡർ ആണെങ്കിൽ he may prepare an account called manufacturing account. അപ്പോൾ ഇവിടെ ഇതിന് കൂടാതെ ഒരു അക്കൗണ്ട് കൂടെ വരും, മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറയും അതിന്. ടു ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ്, നമ്മൾ മാനുഫാക്ചർ ചെയ്ത ഗുഡ്സിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ മാനുഫാക്ചറിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻ സച്ച് കേസ് ഫൈനൽ അക്കൗണ്ട്സ് കൺസിസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് അക്കൗണ്ട് ഓൾസോ. ഇപ്പോൾ നോർമൽ ബിസിനസ് മാൻ ആണെങ്കിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് മതി. പക്ഷെ മാനുഫാക്ചർ കൂടി നടത്തുന്ന ആളാണെങ്കിൽ നമുക്കവിടെ ഒരു അക്കൗണ്ട് കൂടെ എക്സ്ട്രാ വരും, മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറയും. Nowadays, in addition to the aforesaid basic financial statements, a statement of retained earnings. അപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ ട്രേഡിംഗ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് കൂടാതെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്, അത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആൻഡ് വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഓൾസോ പ്രിപ്പയർഡ് ഇൻ പ്രാക്ടീസ്. ഇപ്പം ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് കൂടി ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. പക്ഷെ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആണ്. മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ ഒരു അക്കൗണ്ട് കൂടെ വരും, എന്തായിരുന്നു, മാനുഫാക്ചറിങ് അക്കൗണ്ട്. അപ്പോൾ ഇത്രയും അക്കൗണ്ട്സ് ആൻഡ് ബാലൻസ് ഷീറ്റ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ, ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ആയിരുന്നു. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. ട്രേഡിംഗ് അക്കൗണ്ട് ഇസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ടു ബി പ്രിപ്പയർഡ് ഇൻ ഫൈനൽ അക്കൗണ്ട്സ്. അപ്പോൾ ഫൈനൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ഇറ്റ്സ് പേർപ്പസ് ഈസ് ടു അസർട്ടൈൻ ദ ഓവറോൾ റിസൾട്ട് ഓഫ് ട്രേഡിംഗ് ഓഫ് എൻ അണ്ടർടേക്കിംഗ്. ഒരു അണ്ടർടേക്കിങ്ങിന് ട്രേഡിങ്ങിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. വെച്ചാൽ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായത് അതറിയാൻ വേണ്ടിയാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ട് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. അപ്പോൾ ബൈയിങ്ങിലും സെല്ലിങ്ങിലും ഉണ്ടായ റിസൾട്ട് അതറിയാൻ വേണ്ടിയിട്ടാണ്. ദ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ഓഫ് എ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് അതാണ് കണ്ടുപിടിക്കേണ്ടത്. വിച്ച് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓർ കോസ്റ്റ് ഓഫ് സർവീസ് റെൻഡഡ്. ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഗുഡ്സ് ഉണ്ടാക്കിയതിൻ്റെ അല്ലെ ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചതിൻ്റെ, അതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്തതിൻ്റെ കോസ്റ്റും സെയിൽസും തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം നമുക്ക് എന്താണെന്ന് നോക്കാം, നീഡ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ എസർടൈനിങ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. നമ്മൾ പറഞ്ഞു ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട്. അപ്പോൾ ഒന്നാമത്തെ നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എസർടൈനിങ് ദ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. രണ്ടാമത്തെ എനാബിളിംഗ് ദ മാനേജ്മെന്റ് ടു മേക്ക് എ കമ്പാരിസൺ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ഓഫ് കറന്റ് ഇയർ വിത്ത് ദാറ്റ് ഓഫ് പ്രീവിയസ് ഇയർ. ഈ വർഷത്തെ ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസോ കണ്ടുപിടിക്കുക മാത്രമല്ല, അതുകൂടാതെ കഴിഞ്ഞ വർഷത്തെ ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസോ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനും കൂടെ പറ്റും. നെക്സ്റ്റ് പറഞ്ഞത് എസർടൈൻ ഡിഫറെൻറ്റ് റേഷ്യോസ് സച്ച് ആസ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, റേഷ്യോ ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ടു സെയിൽസ് എക്സെട്ര. ഇപ്പം റേഷ്യോസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടായത്, അത് നമുക്ക് ഓരോ വർഷം ഇപ്പം പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ ഇതൊക്കെ നമുക്കറിയാൻ പറ്റും. അതുപോലെ റേഷ്യോ ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ടു സെയിൽസ്, സെയിൽസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും തമ്മിലുള്ള റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. Trading account is prepared by debiting the account with opening stock, purchases and expenses directly connected with purchase and production. അപ്പം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം അതിന് ഡെബിറ്റിൽ നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ ഒന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക്, പിന്നെ പേർച്ചേസ്, പിന്നെ ഡയറക്റ്റ്ലി പേർച്ചേസ് ആയിട്ടോ പ്രൊഡക്ഷൻ ആയിട്ടോ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത്. ആൻഡ് ബൈ ക്രെഡിറ്റിംഗ് ദ സെയിം വിത്ത് സെയിൽസ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതേണ്ടത് സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും. ഇത്രയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതേണ്ട ഐറ്റംസ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽ ഓഫ് ദ ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ അക്കൗണ്ട് ഗിവ്സ് ദ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. ഇപ്പോൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് എന്ന് പറയുന്നത്. ഇഫ് ദ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ഈസ് മോർ, ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതലെങ്കിൽ, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താണ്, സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും അല്ലേ. അപ്പോൾ ഇൻകം സൈഡാണ് ശരിക്കും പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ നമ്മൾ ആ ഡിഫറൻസിന് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയും. ഇനി ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതിയിരിക്കുന്ന എക്സ്പെൻസസ് ആണ് കൂടുതലെങ്കിൽ എന്താണ് അവിടെ, അതിനർത്ഥം ഗ്രോസ് ലോസ് എന്നാണ് അർത്ഥം. On preparing the trading account, items are transferred to the appropriate side by passing journal entries. ഇപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം അതിൻ്റെ നമ്മൾ പറഞ്ഞു ഡെബിറ്റിലും ക്രെഡിറ്റിലും എന്തൊക്കെ എഴുതണം എന്ന് പറഞ്ഞു. ഇതൊക്കെ എഴുതുന്നത് ജേർണൽ എൻട്രീസ് പാസ് ചെയ്തുകൊണ്ടാണ്. സച്ച് എൻട്രീസ് ആർ കോൾഡ് ക്ലോസിംഗ് എൻട്രീസ്. ഈ എൻട്രീസിനെ നമ്മൾ ക്ലോസിംഗ് എൻട്രീസ് എന്ന് പറയും. എസ് ദോസ് നോമിനൽ അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് വൈൽ ട്രാൻസ്ഫറിങ് ദം ടു ട്രേഡിംഗ് അക്കൗണ്ട്. നമ്മൾ ജേർണൽ വരച്ചു, ലെജർ പ്രിപ്പയർ ചെയ്തു, ആ ലെജറെല്ലാം ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ ബാലൻസ് ആണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ടാണ് അതിന് ക്ലോസിംഗ് എൻട്രീസ് എന്ന് പറയുന്നത്. ജേർണലിനെ ക്ലോസ് ചെയ്തിട്ട് ആ ഐറ്റത്തിൻ്റെ എൻട്രി നമ്മൾ എഴുതിയേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്, ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ദ ഫോളോയിങ് ആർ ദ എൻട്രീസ് ഓഫൺ റിക്വയർഡ് ഫോർ പ്രിപ്പയറിംഗ് ട്രേഡിംഗ് അക്കൗണ്ട്. ഇപ്പോൾ കുറച്ച് ക്ലോസിംഗ് എൻട്രീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡെബിറ്റ് സൈഡിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഐറ്റംസ് നോക്കാം. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കണം അല്ലേ. ഇപ്പോൾ ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം, പർച്ചേസസ് കാണിക്കണം, പിന്നെ എന്തൊക്കെയാണ് നമ്മൾ കാണിക്കാൻ പറഞ്ഞത്, ഡയറക്ട്ലി റിലേറ്റഡ് ടു ട്രേഡിംഗ് ഓർ പ്രൊഡക്ഷൻ, അങ്ങനെയുള്ള ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള. വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂലിയാണ്. വേജസും സാലറിയും തമ്മിൽ ഡിഫറൻസും, സാലറി മന്ത്ലി കൊടുക്കുവാണ്. വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനാണ് നോർമലി വേജസ് കൊടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ പ്രൊഡക്ഷനിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ അത് ഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ക്യാരേജ് ഇൻവേർട്സ് എന്ന് പറഞ്ഞാൽ വണ്ടിക്കൂലിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ പർച്ചേസ് ചെയ്ത് സാധനങ്ങൾ കൊണ്ടുവന്ന വണ്ടിക്കൂലി, അത് നമ്മൾ ഡയറക്റ്റ്ലി പർച്ചേസ് ആയിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്യാരേജ് ഇൻവേർട്സ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ. അതുപോലെ അതർ ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നതുകൊണ്ട് തന്നെ അക്കൗണ്ടിൻ്റെ ആ ട്രാൻസാക്ഷൻ്റെ എൻട്രി എങ്ങനെ വരും, ട്രേഡിംഗ് അക്കൗണ്ട് 2 എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഐറ്റംസ് കാണിക്കണം ഡെബിറ്റ് സൈഡിലായതുകൊണ്ട്. ഫോർ ദ എമൗണ്ട് ഓഫ് സെയിൽസ് നമ്മൾ എവിടെ കാണിക്കാനാണ് പറഞ്ഞത്, ക്രെഡിറ്റ് സൈഡിലല്ലേ. അപ്പോൾ എൻട്രി എന്തായിട്ട് വരും, സെയിൽസ് അക്കൗണ്ട് 2 ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് സെയിൽസിൻ്റെ എൻട്രി വരും. അതിന് നമ്മൾ പേർച്ചേസ് എഴുതി അല്ലേ. പേർച്ചേസ് റിട്ടേൺസ് നമ്മൾ എന്ത് ചെയ്യുക, പേർച്ചേസിൻ്റെ അകത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ പേർച്ചേസ് റിട്ടേൺസിൻ്റെ എൻട്രി നമ്മൾ പേർച്ചേസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുക ചെയ്യേണ്ടത്. അപ്പോൾ പേർച്ചേസ് റിട്ടേൺസ് ടു പേർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പേർച്ചേസിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ സെയിൽസ് റിട്ടേൺസ് എവിടെ അഡ്ജസ്റ്റ് ചെയ്യണം, സെയിൽസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ സെയിൽസ് റിട്ടേൺസിൻ്റെ എൻട്രി സെയിൽസ് അക്കൗണ്ട് ടു സെയിൽസ് റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ട് അത് സെയിൽസിൽ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുക. നമ്മൾ അതൊരു ഐറ്റം ആയിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കില്ല, പേർച്ചേസിലും സെയിൽസിലും അത് അഡ്ജസ്റ്റ് ചെയ്യുകയുള്ളൂ.
നെക്സ്റ്റ് ഫോർ റെക്കോർഡിംഗ് ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ കാണിക്കേണ്ടത്? ക്രെഡിറ്റ് സൈഡിൽ അല്ലേ? അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് സൈഡിലായതുകൊണ്ട് എൻട്രി എന്ത് വരും? ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇത്രയാണ് നോർമലി എൻട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്തൊക്കെ എഴുതണം? അത് ട്രേഡിംഗ് അക്കൗണ്ട് ടു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കാണിക്കാം. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടത് ഒന്ന് സെയിൽസും ഒന്ന് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഇപ്പോൾ സെയിൽസ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട്. പിന്നെ ഇത് കൂടാതെ വരുന്ന രണ്ട് ഐറ്റംസ് എന്ന് പറഞ്ഞത് ഒന്ന് പർച്ചേസ് റിട്ടേൺസും സെയിൽസ് റിട്ടേൺസും ആണ്. അത് പർച്ചേസ് റിട്ടേൺസ് പർച്ചേസിൽ അഡ്ജസ്റ്റ് ചെയ്യാം, സെയിൽസ് റിട്ടേൺസ് സെയിൽസിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം അല്ലേ? അതിന് ബാലൻസിന്റെ എൻട്രി ആണ്. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ബാലൻസ്. അത് ഗ്രോസ് പ്രോഫിറ്റ് ആവാം, ഗ്രോസ് ലോസ് ആവാം. ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ അത് ഡെബിറ്റ് സൈഡിലല്ലേ വരാം. ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റംസ് കൂടുതലാണെങ്കിലാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഡെബിറ്റ് സൈഡിലാണ് നമുക്ക് ബാലൻസ് വരുന്നത്. ഇപ്പോൾ ഡെബിറ്റ് സൈഡിലുള്ള ബാലൻസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ എൻട്രി എങ്ങനെ വരും? ട്രേഡിംഗ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ എൻട്രി ആണ്. ഇപ്പോൾ ഗ്രോസ് ലോസ് ആണെങ്കിൽ എന്ത് എൻട്രി വരും? ഇപ്പോൾ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ വരിക അല്ലേ? അപ്പോൾ നമുക്ക് എൻട്രി ചെയ്തേണ്ട ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഗ്രോസ് ലോസിൻ്റെ എൻട്രി വരുന്നത്. അപ്പോൾ ഇത്രയാണ് ക്ലോസിംഗ് എൻട്രീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോമാറ്റ് നോക്കാം. നമ്മൾ പറഞ്ഞു ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ എഴുതണം? ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, അതുപോലെ ഡയറക്റ്റ് എക്സ്പെൻസസ് അല്ലേ? അപ്പോൾ ഇതിൽ അതേപോലെ തന്നെ എഴുതിയിരിക്കുന്ന ഫോമാറ്റ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് നോക്കാം. ടു ഓപ്പണിംഗ് സ്റ്റോക്ക്, ടു പർച്ചേസിൽ എന്ത് അഡ്ജസ്റ്റ് ചെയ്യണം? നമ്മൾ റിട്ടേൺസ് പർച്ചേസിൽ അഡ്ജസ്റ്റ് ചെയ്യണം. റിട്ടേൺസ് പർച്ചേസിന് മൈനസ് ചെയ്യണം. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് ഫ്രൈറ്റ്, കാരേജ്, കസ്റ്റംസ് ഡ്യൂട്ടി, വേജസ്, ഗ്യാസ്, വാട്ടർ ആൻഡ് ഫ്യൂവൽ, ഫാക്ടറി എക്സ്പെൻസ്, റോയൽറ്റി ഓൺ പ്രൊഡക്ഷൻ, ഇത്രയും ഐറ്റംസ് എഴുതിയിട്ടുണ്ട്. ഇത്രയും ഫാക്ടറിയിൽ നടക്കുന്ന എക്സ്പെൻസസ് അല്ലെങ്കിൽ ഡയറക്റ്റ് പർച്ചേസുമായിട്ടും പ്രൊഡക്ഷനുമായിട്ടും റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും. സെയിൽസിൽ നമ്മൾ എന്ത് അഡ്ജസ്റ്റ് ചെയ്യണം? സെയിൽസ് റിട്ടേൺസ് അഡ്ജസ്റ്റ് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതാം. നമ്മുടെ ബാലൻസ് വരുന്നത് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ആവുന്ന പറഞ്ഞിട്ട് നമുക്ക് ഡെബിറ്റ് സൈഡിൽ എഴുതാം. ഇനി നമുക്ക് വരുന്നത് ഡെബിറ്റ് സൈഡ് കൂടുതലാണ്, ക്രെഡിറ്റ് സൈഡിലാണ് കുറവെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് വരും അല്ലേ? അതിൻ്റെ അർത്ഥം ഡെബിറ്റ് സൈഡിലുള്ള എക്സ്പെൻസസ് ആണ് കൂടുതൽ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ ഗ്രോസ് ലോസ് ക്യാരിഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ടായിരിക്കണം കാണിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഓരോ ഡയറക്റ്റ് എക്സ്പെൻസസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഫോമാറ്റ് ഇങ്ങനെയാണ്. ഫോമാറ്റ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഇപ്പോൾ ഓരോ ഡയറക്റ്റ് എക്സ്പെൻസസ് നമുക്ക് നോക്കാം. ഡയറക്റ്റ് എക്സ്പെൻസസ് ഇൻക്ലൂഡ് ദോസ് എക്സ്പെൻസസ് വിച്ച് ഹാവ് ബീൻ ഇൻകേർഡ് ഇൻ പർച്ചേസിങ് ദ ഗുഡ്സ്. ഒന്നിക്കൽ അത് പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻകർ ചെയ്ത എക്സ്പെൻസ് ആവും, അല്ലെങ്കിൽ ബ്രിങ്ങിങ് ദം ടു ദ ബിസിനസ് പ്രെമിസസ്, അല്ലെങ്കിൽ ബിസിനസ് പ്രെമിസസിലേക്ക് അത് കൊണ്ടുവരാനുള്ള എക്സ്പെൻസ് ആവാം, ആൻഡ് മേക്കിംഗ് ദം ഫിറ്റ് ഫോർ സെയിൽ, എന്നിട്ട് പിന്നെ അതിനെ നമ്മൾ സെയിൽ ചെയ്യാനുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുമ്പോൾ വരുന്ന എക്സ്പെൻസസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഡയറക്റ്റ് എക്സ്പെൻസിൽ വരുന്നത്. സച്ച് എക്സ്പെൻസ് ആർ ഡെബിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഇതൊക്കെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കണം അല്ലേ? അപ്പോൾ ഓരോ ഐറ്റമായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരേജ്, കാർട്ടേജ് ആൻഡ് ഫ്രൈറ്റ്. ഇത് മൂന്നും പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വണ്ടിക്കൂലിയാണ്. നമ്മൾ സാധനങ്ങൾ ഫാക്ടറിയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ചരക്ക് കൂലിയാണ് പറയുന്നത്. ഇതൊക്കെ അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ ഫാക്ടറിയിൽ എത്തി അതിന് സെയിൽ ചെയ്യുന്ന രീതിയിൽ എത്തിക്കുന്നത് വരെയുള്ള എല്ലാ എക്സ്പെൻസും അതിൽ വരും. അപ്പോൾ സാധനങ്ങൾ വാങ്ങി ഫാക്ടറിയിൽ എത്തിക്കുന്ന എക്സ്പെൻസ് ആണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഇത് നമ്മൾ കാരേജിൻ അല്ലെങ്കിൽ കാർട്ടേജിൻ, ഫ്രൈറ്റ് എന്നും കൂടി പറയും. ഇനി കാരേജ് ഇൻ അല്ലെങ്കിൽ കാരേജ് ഇൻവേർഡ്സ് അല്ലേ? അപ്പോൾ കാരേജ് ഔട്ട്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരേജ് ഇൻവേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാക്ടറിയിലേക്ക് ഇങ്ങോട്ട് വന്ന വണ്ടിക്ക് കൊടുത്ത കൂലിയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്നത് അല്ലേ? കാരേജ് ഔട്ട്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് പോയ വണ്ടിയുടെ കൂലിയാണ്. ഫാക്ടറിയിൽ നിന്ന് എന്തിനാണ് പുറത്തേക്ക് പോകുന്നത്? സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ സെയിൽ ചെയ്യുന്നത് വരെ എക്സ്പെൻസസ് മാത്രം നമ്മൾ ട്രേഡിംഗ് കാണിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ കാരേജ് ഔട്ട്വേർഡ്സ് തന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. സെയിൽ ചെയ്യേണ്ട രീതിയിൽ പ്രൊഡക്റ്റ് എത്തിക്കുന്നത് വരെയുള്ള എക്സ്പെൻസ് മാത്രമേ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. നെക്സ്റ്റ് മാനുഫാക്ചറിങ് വേജസ് പെയ്ഡ് ടു വർക്കേഴ്സ് ഹു ആർ എൻഗേജ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് ആർ ഡയറക്റ്റ് എക്സ്പെൻസ് ആൻഡ് ആർ ഡെബിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. മാനുഫാക്ചറിങ് വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെറും വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള വർക്കേഴ്സിന് കൊടുക്കുന്നതിനാണ് വേജസ് എന്നുള്ള രീതിയിൽ സാധാരണ റെക്കോർഡ് ചെയ്യാം. ഇനി ചില സമയത്ത് ഈ വേജസ് ആർ ക്ലബ്ഡ് വിത്ത് സാലറീസ് ആൻഡ് ദ ഐറ്റം ഈസ് ഗിവൺ ആസ് വേജസ് ആൻഡ് സാലറീസ്. ചിലപ്പോൾ നമുക്ക് ഐറ്റം തന്നിരിക്കുന്നത് വേജസ് ആൻഡ് സാലറീസ് എന്നാണെങ്കിൽ അത് ഡെബിറ്റ് ചെയ്യേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ടിൽ തന്നെയാണ്. നമുക്ക് സാലറീസ് ആൻഡ് വേജസ് തരുവാണെങ്കിൽ അത് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാം. എന്ന് വെച്ചാൽ വേജസ് ആണ് ആദ്യം കാണിക്കുന്നതെങ്കിൽ അതിൽ കൂടുതൽ വേജസ് എന്നുള്ള കൺസിഡറേഷനിൽ നമ്മൾ എന്ത് ചെയ്യാം? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് കാണിക്കാം.
ഇനി സാലറീസ് ആൻഡ് വേജസ് തന്നിരിക്കുവാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ അതിന് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് കാണിക്കാം. അപ്പോൾ വേജസ് കാണിക്കേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. നെക്സ്റ്റ് കസ്റ്റംസ്, ഇമ്പോർട്ട് ഡ്യൂട്ടി, ഒക്ട്രോയ് എക്സെട്ര. ഇതൊക്കെ നമ്മൾ ഓരോ സാധനങ്ങൾ വേറെ സ്റ്റേറ്റിൽ നിന്നും അതുപോലെ വേറെ കൺട്രിയിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പം അതിന് കൊടുക്കേണ്ട ചാർജസ് ആണ്. അപ്പം കസ്റ്റംസും ഇമ്പോർട്ട് ഡ്യൂട്ടിയും ഒക്കെ പുറത്തുനിന്ന് വരുന്നതിൻ്റെ ഒക്ട്രോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ കൊടുക്കേണ്ട ചാർജസ് ആണ്. അപ്പം ഇതൊക്കെ എന്ന് വെച്ചാൽ സാധനങ്ങൾ വാങ്ങിച്ച് ഇവിടെ എത്തിക്കാൻ വരുന്ന ചാർജസ് ആണല്ലോ. അതുകൊണ്ട് ഇതും നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. നെക്സ്റ്റ് വരുന്ന ഐറ്റമാണ് റോയൽറ്റീസ്. റോയൽറ്റീസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ബുക്ക് പബ്ലിഷ് ചെയ്യുകയാണ്. ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് മാത്രമായിരിക്കും നമ്മളല്ലേ. അപ്പോൾ അതിൻ്റെ എഴുതിയ ആൾ, റൈറ്റർ അല്ലെങ്കിൽ ഓതറിന് നമ്മളൊരു പൈസ കൊടുക്കണം. അപ്പോൾ അത് അങ്ങനത്തെ പേയ്മെൻറ്റിന് നമ്മൾ റോയൽറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ റൈറ്റ് നമ്മൾ യൂസ് ചെയ്യാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന പേയ്മെൻ്റ് ആണ്. അപ്പോൾ ശരിക്കും അത് പ്രൊഡക്ഷനിൽ വരുവാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ എത്ര ബുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നോ അതിനനുസരിച്ചാണ് റോയൽറ്റി കൊടുക്കണമെങ്കിൽ അത് പ്രൊഡക്ഷനിൽ ചാർജ് ചെയ്യും, ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കും. അതിന് റോയൽറ്റി നമ്മളോട് പറയുന്നത് എത്ര ബുക്സ് സെല്ല് ചെയ്തോ അതിൻ്റെ ബേസിലാണ് റോയൽറ്റി കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സെയിൽസ് റിലേറ്റഡ് ആയി അല്ലേ. അങ്ങനെയാണെങ്കിൽ അത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലും കാണിക്കണം. അപ്പോൾ റോയൽറ്റി തന്നു കഴിഞ്ഞാൽ നോർമലി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. പക്ഷേ അത് നമ്മളോട് പറയാണ് സെയിൽസിൻ്റെ ബേസിസിലാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാം. നെക്സ്റ്റ് ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഫ്യൂവൽ, പവർ. ഇത്രയും സാധനങ്ങൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫാക്ടറിയിൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കാം. നെക്സ്റ്റ് പാക്കിംഗ് മെറ്റീരിയൽസ്. നമ്മളത് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ശരിക്കും അതിനെ സെയിലബിൾ കണ്ടീഷനിൽ എത്തുന്നത് വരെയുള്ളത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സെയിലബിൾ കണ്ടീഷനിൽ എത്തണമെങ്കിൽ നമ്മൾ അതിനെ പാക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള പാക്കിംഗ് മെറ്റീരിയൽസ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം, ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കാം. ഇനി നമ്മൾ സെയിൽ ചെയ്ത് ആ സമയത്ത് ആ പ്രോഡക്റ്റ് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും ഒരു തരം പാക്കിംഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ശരിക്കും സെല്ലിംഗ് എക്സ്പെൻസിലേ വരുള്ളൂ. ശരിക്കും ആ പ്രോഡക്റ്റ് സെയിലബിൾ കണ്ടീഷൻ ആവാനുള്ള പാക്കിംഗ് മാത്രമാണ് നമ്മൾ പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കേണ്ടതുള്ളൂ. നെക്സ്റ്റ് കൺസ്യൂമബിൾ സ്റ്റോഴ്സ്. കൺസ്യൂമബിൾ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ കോട്ടൺ വേസ്റ്റ്, ഗ്രീസ്, എഞ്ചിൻ ഓയിൽ, ഇതൊക്കെ നമ്മൾ ഫാക്ടറിയിൽ യൂസ് ചെയ്യുന്ന ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇനി ഫാക്ടറി എക്സ്പെൻസ് പറഞ്ഞാൽ വേറെ ഉള്ളത് ഫാക്ടറിൻ്റെ റെന്റ് കൊടുക്കണം, ഫാക്ടറിക്ക് ഇൻഷുറൻസ് വരും, ഫാക്ടറി ലൈറ്റിംഗ്, ഫാക്ടറി ഹീറ്റിംഗ്, ഇതൊക്കെ എന്താ ഫാക്ടറിയിൽ വന്ന എക്സ്പെൻസ് ആണ്. എന്ന് വെച്ചാൽ നമ്മളെ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. അപ്പം ഇത്രയാണ് ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കേണ്ട ഐറ്റംസ്. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചു അല്ലെ, ഫോമാറ്റ് പഠിച്ചു. ഇനി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഇസ് എ നോമിനൽ അക്കൗണ്ട് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ നെറ്റ് പ്രോഫിറ്റ് ഏൺഡ് ഓർ നെറ്റ് ലോസ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് പീരിയഡ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ വേണ്ടി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ഇനി നെറ്റ് പ്രോഫിറ്റ് കാണാൻ വേണ്ടി അല്ലെങ്കിൽ നെറ്റ് ലോസ് കാണാൻ വേണ്ടിയാണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡെബിറ്റഡ് വിത്ത് ഓൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റഡ് വിത്ത് ഇൻകം ആൻഡ് പ്രോഫിറ്റ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എല്ലാ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും കാണിക്കും, ക്രെഡിറ്റ് സൈഡിൽ എല്ലാ ഇൻകവും പ്രോഫിറ്റും ഒക്കെ കാണിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഫോമാറ്റ് നമുക്ക് പഠിക്കാം. ഇപ്പം എന്തിനാണ് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, എന്തിനൊക്കെ ആയിരിക്കും? ഒന്നാമത്തെ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ നെറ്റ് ലോസ് കാണാൻ അല്ലേ. രണ്ടാമത്തത് ടു കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് ഓഫ് ബിസിനസ് വിത്ത് ഡിസയേർഡ് വൺ. അതിനുശേഷം നമ്മൾ അതിൻ്റെ ആക്ച്വൽ പെർഫോമൻസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ടു ഡിറ്റർമിൻ ദ ഫ്യൂച്ചർ ലൈൻ ഓഫ് ആക്ഷൻ. അപ്പം നമുക്ക് കുറേ പ്രോഡക്റ്റ് ഉണ്ട്, അതിൽ ഒരു പ്രോഡക്റ്റിന് പ്രോഫിറ്റ് വേറെ ഒന്നിന് ലോസ് ആണെങ്കിൽ നമുക്കറിയാം ലോസ് ഉള്ളത് ഒഴിവാക്കി പ്രോഫിറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പം അങ്ങനെ നമ്മൾ ഫ്യൂച്ചർ ലൈൻ ഓഫ് ആക്ഷൻ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടു കാൽക്കുലേറ്റ് ഡിഫറെൻറ്റ് റേഷ്യോ സച്ച് എസ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ച ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാണുന്നെന്ന് പറഞ്ഞില്ലേ, അതുപോലെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കാണാൻ, വിച്ച് ഈസ് ദ റേഷ്യോ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു സെയിൽസ്, റേഷ്യോ ഓഫ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ടു സെയിൽസ്. ഇങ്ങനെ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാനും അതിൻ്റെ ബേസിസിൽ നമ്മൾ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യാനും വേണ്ടിയിട്ടും നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ആദ്യം നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ, നെറ്റ് ലോസ് കണ്ടുപിടിക്കാൻ, പിന്നെ നമുക്ക് കമ്പാരിസൺ പർപ്പസിന്. ഇത് രണ്ടും നമ്മൾ പ്രോഫിറ്റ് ലോസ് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ കേസിലും പറഞ്ഞു, ട്രേഡിംഗ് അക്കൗണ്ടിലും കേസിലും ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ തേർഡ് പറയുന്നത് ടു ഡിറ്റർമിൻ ഫ്യൂച്ചർ ലൈൻ ഓഫ് ആക്ഷൻ. പിന്നെ നമ്മൾ റേഷ്യോസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം ഇതാണ് 4 കാര്യങ്ങൾ. അതിന് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബിഗിൻ വിത്ത് ദ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ബ്രോട്ട് ഡൗൺ ഫ്രം ട്രേഡിംഗ് അക്കൗണ്ട്. ശരിക്കും പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും നമ്മൾ സെപ്പറേറ്റ് അല്ല അല്ലേ, ഒരു അക്കൗണ്ടിൽ തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ചെയ്തുകൊണ്ട് പോവുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഐറ്റം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ വരുന്നത്
ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ബാലൻസ് ആയിരിക്കും. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസോ ആണ് ആദ്യത്തെ ഐറ്റം ആയിട്ട് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാം. The account is debited with all items of revenue, expense and losses which are not taken in trading account. Debit side കാണിക്കേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കാത്ത ബാക്കി എല്ലാ എക്സ്പെൻസസും ലോസസും നമ്മൾ ഇവിടെ ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. ആൻഡ് ക്രെഡിറ്റഡ് വിത്ത് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഓഫ് റവന്യൂ നേച്ചർ. റവന്യൂ നേച്ചറിൽ വരുന്ന എല്ലാ എക്സ്പെൻസും ഗെയിനും നമുക്ക് എന്ത് ചെയ്യാം, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ഇൻകം കാണിക്കാം, ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് കാണിക്കാം. ഇഫ് ദ ടോട്ടൽ ഓഫ് ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഇസ് മോർ, ക്രെഡിറ്റ് സൈഡിൽ കൂടുതലാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം കൂടുതലാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആണെന്ന് പറയാം അല്ലേ. അപ്പം നമുക്ക് ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്യാം, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. The difference is net profit. ആ ഡിഫറൻസിന് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയും. ഇഫ് ദ ടോട്ടൽ ഓഫ് ഡെബിറ്റ് സൈഡ് എക്സീഡ്സ് ദ ടോട്ടൽ ഓഫ് ക്രെഡിറ്റ് സൈഡ്, ഡെബിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ എന്ന് വെച്ചാൽ എക്സ്പെൻസ് ആണ് കൂടുതലെങ്കിൽ ദ ഡിഫറൻസ് ഇസ് നെറ്റ് ലോസ്. ആ ഡിഫറൻസിന് നമുക്ക് നെറ്റ് ലോസ് എന്ന് പറയാം. ദ എമൗണ്ട് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്, നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ നെറ്റ് ലോസ് ആണെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസ് ആയ നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ കിട്ടിക്കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റിലുള്ള ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ഫോമാറ്റ് നോക്കാം. ഡെബിറ്റ് സൈഡ് നോക്കാം. ആദ്യം ഡെബിറ്റ് സൈഡിൽ ആദ്യം വരുന്ന ഗ്രോസ് ലോസ്. ഇപ്പം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ആലോചിക്കുക, ട്രേഡിംഗ് അക്കൗണ്ട് ഗ്രോസ് ലോസ് ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ ബ്രോ ഡൗൺ ചെയ്യുമ്പോൾ അതിവിടെ ഡെബിറ്റ് സൈഡിൽ വരും. നെക്സ്റ്റ് സാലറീസ്, വേജസ് നമ്മൾ എവിടെ കാണിച്ചു, ട്രേഡിംഗ് അക്കൗണ്ടിൽ. ഇപ്പോൾ സാലറീസ് കാണിക്കുന്നത് നമ്മൾ ശരിക്കും ഓഫീസ് സ്റ്റാഫിനാണ് സാലറീസ് കൊടുക്കുന്നത്. അത് പ്രൊഡക്ഷനുമായിട്ട് ബന്ധമില്ലാത്തതാണ്, അതുകൊണ്ട് സാലറീസ് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാം. നെക്സ്റ്റ് റെന്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്. ഫാക്ടറിയുടെ റെന്റ് ഒക്കെ നമ്മൾ ഇവിടെ കാണിച്ചു ട്രേഡിംഗ് അക്കൗണ്ടിൽ. അതല്ലാത്ത നമ്മുടെ ഓഫീസ് ബിൽഡിങ്ങിന്റെ റെന്റ്, റേറ്റ്സ്, ടാക്സസ് ഒക്കെയാണ് ഇത് വരുന്നത്. നെക്സ്റ്റ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഓഫീസ് യൂസസിനുള്ള പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ആണ്. അപ്പം അതും നമുക്ക് ഇവിടെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. പോസ്റ്റേജ് അത് ഇവിടെ വരണം. അഡ്വർടൈസിങ് ഒക്കെ സെയിൽസ് റിലേറ്റഡ്, ഇതൊന്നും നമ്മളെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധമില്ലാത്തതാണ്, പ്രൊഡക്ഷന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ വരുന്നത്. നെക്സ്റ്റ് ഇൻഷുറൻസ്, അതുപോലെ ഓഡിറ്റ് ഫീ, ബാങ്ക് ചാർജസ്, ടെലിഫോൺ ചാർജസ്, ലീഗൽ ചാർജസ്, കമ്മീഷൻ. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡിലുള്ള കമ്മീഷൻ. കമ്മീഷൻ പെയ്ഡ് ആണ്, കമ്മീഷൻ റിസീവ്ഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം സൈഡ് ആയിട്ടില്ല ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഇനി ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് അല്ലേ, ഗ്രോസ് ലോസ് ഡെബിറ്റ് സൈഡിലാണ്, ഗ്രോസ് പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡിൽ വരും. നെക്സ്റ്റ് ബൈ കമ്മീഷൻ റിസീവ്ഡ്, കമ്മീഷൻ റിസീവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എല്ലാ റിസീവ്സും നമ്മൾ ഇൻകം ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. റെന്റ് റിസീവ്ഡ്, റെന്റ് റിസീവ് ചെയ്യുമ്പോൾ അത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് എക്സെട്ര ഇതൊക്കെ റിസീവ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. പേ ചെയ്യുവാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ബാഡ് ഡെബ്റ്റ്സ് റിക്കവേർഡ്, നമ്മൾ ബാഡ് ഡെബ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് നടത്തിയിട്ട് നമ്മുടെ പേയ്മെന്റ് കിട്ടാത്തതാണ് ബാഡ് ഡെബ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബാഡ് ഡെബ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം അത് തിരിച്ചു കിട്ടുവാണെങ്കിൽ അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ബാഡ് ഡെബ്റ്റ്സ് റിക്കവേർഡ് ആയിട്ട് കാണിക്കാം. നെക്സ്റ്റ് ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് റിസീവ്ഡ്, റിസീവ്ഡ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. എനി അതർ ഇൻകം, ഇതല്ലാതെ വേറെ എന്ത് ഇൻകം ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം. ഇനി നെക്സ്റ്റ് നമ്മുടെ ഡെബിറ്റ് സൈഡിൽ കുറച്ച് ഐറ്റംസും കൂടി ഉണ്ട്, അതുകൂടെ നോക്കാം, എന്നിട്ട് നമുക്ക് ബാലൻസ് പറയാം. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ വരുന്ന ബാക്കി എക്സ്പെൻസ് ക്യാരേജ് ഔട്ട്വേർഡ്സ്, ക്യാരേജ് ഇൻവേർഡ്സ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിച്ചു അല്ലേ. ക്യാരേജ് ഔട്ട്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് സാധനങ്ങൾ പോയതാണ്, സെയിൽസുമായിട്ട് റിലേറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ ക്യാരേജ് ഔട്ട്വേർഡ്സ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാം. പിന്നെ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, ബാഡ് ഡെബ്റ്റ്സ് നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മൾക്ക് പൈസ കിട്ടാനുള്ളത് അത് കിട്ടില്ല എന്ന് തീരുമാനിക്കുവാണ്, അപ്പോൾ അത് ബാഡ് ഡെബ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി തള്ളും. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ്, പ്രൊവിഷൻ വെക്കുന്നത് എന്തിനാണ്, ഫ്യൂച്ചറിൽ ബാഡ് ഡെബ്റ്റ്സ് ഉണ്ടാവും എന്നുള്ള ഒരു അസംഷന്റെ പുറത്ത് നമ്മൾ കുറച്ച് എമൗണ്ട് മാറ്റി വെക്കുവാണ് ആ ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് അലൗഡ്, നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുവാണ് വേറൊരാൾക്ക്. അപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോസ് ആണ് അല്ലേ, അതുകൊണ്ട് തന്നെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട്, ഇൻ ഫ്യൂച്ചറിൽ ഡിസ്കൗണ്ട് കൊടുക്കേണ്ടി വരുന്നതിന് നമ്മൾ കീപ്പ് ചെയ്യുന്ന പ്രൊവിഷൻ. നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ, നമ്മുടെ മെഷീനറിയുടെയും അതുപോലെയുള്ള അസറ്റ്സിൻ്റെ ഒക്കെ മേലെ വരുന്ന ഡിപ്രിസിയേഷൻ. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ലോൺ എടുക്കുവാണ് അതിൻ്റെ മേലെ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം അല്ലേ. ഇപ്പം ഇൻട്രസ്റ്റ് പെയ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മളിവിടെ പറഞ്ഞു ഓണർ അല്ലെങ്കിൽ ബിസിനസ് ഓണറും ബിസിനസ് മാനും അതുപോലെ ബിസിനസ്സും സെപ്പറേറ്റ് ആണ്. അപ്പോൾ ബിസിനസ്മാൻ ബിസിനസ്സിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, അതിൻ്റെ മേലെ നമ്മൾ ബിസിനസ്മാന് ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ്, അതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി എനി അതർ എക്സ്പെൻസ്, ഇതല്ലാതെ വേറെ എന്ത് എക്സ്പെൻസ് വന്നു കഴിഞ്ഞാലും നമ്മൾ ഡെബിറ്റ് സൈഡിൽ തന്നെ കാണിക്കാം. ഇതിന് ശേഷം അക്കൗണ്ട് ബാലൻസ് ചെയ്യാം.
ഇപ്പം ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ, ഇൻകം സൈഡാണ് കൂടുതലെങ്കിൽ ഡെബിറ്റിൽ നമുക്ക് ബാലൻസ് വരും. അത് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇനി നമുക്ക് ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് വരുന്നത്. ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്തായിട്ട് കാണിക്കണം? നെറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കാണിക്കാം. ഇപ്പം നമ്മൾ വേറൊരു അക്കൗണ്ടും കൂടി പറഞ്ഞായിരുന്നു അല്ലേ, മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇത് മാനുഫാക്ചറിങ് കൺസേൺസിൻ്റെ കേസിൽ മാത്രം മതി. ഇപ്പം മാനുഫാക്ചറിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ മാനുഫാക്ചറിങ് കൺസേൺസ് ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ്. നമ്മൾ മാനുഫാക്ചർ ചെയ്ത ഗുഡ്സിൻ്റെ കോസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ്, പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഓൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആർ ഡെബിറ്റഡ് ഇൻ ഇറ്റ്. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കും. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ് എന്തായാലും അത് കാണിക്കണം. പിന്നെ നമ്മൾ പർച്ചേസ് കാണിക്കണം. അതേപോലെ എന്താ എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസസും കാണിക്കണം ഡെബിറ്റ് സൈഡിൽ. ഇനി ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ് ആർ ക്രെഡിറ്റഡ് ഇൻ. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ അതിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കും. ദ ഡിഫറൻസ് ഇൻ ദിസ് അക്കൗണ്ട് ഫോം ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസിന്, ഈ അക്കൗണ്ടിൻ്റെ ബാലൻസിന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് എന്ന് പറയാൻ അത് നമ്മൾ എന്ത് ചെയ്യുക? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ സെയിൽസ് ഒക്കെ എഴുതിയിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്യും. ആ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. Next, balance sheet. Balance sheet is a statement of assets and liabilities prepared to ascertain the true financial position as at any particular date. ഒരു ഡേറ്റിൽ വരുന്ന അവിടുത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ, അസറ്റ്സിൻ്റെ ലയബിലിറ്റീസിൻ്റെ പൊസിഷൻ കാണാൻ വേണ്ടിയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഇയർ എൻഡിലാണ്. ആ ഡേറ്റിലുള്ള ഫിനാൻഷ്യൽ പൊസിഷനാണ് അറിയാൻ പറ്റുന്നത്. It is prepared at the end of the accounting period after the preparation of trading and profit loss account. ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട്, പിന്നെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, അതിന് ശേഷമാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. It shows the financial position of a business on a particular date. ഒരു ഡേറ്റിൽ വരുന്ന എന്ന് വെച്ചാൽ ക്ലോസിംഗ് ഡേറ്റിലുള്ള ഫിനാൻഷ്യൽ പൊസിഷനെ അറിയാൻ പറ്റുന്നത്. ഇനി നീഡ്, ഇതിന് എന്തിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലേ. ഒന്നാമത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫിനാൻഷ്യൽ പൊസിഷൻ കാണാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, ടു അസർട്ടൈൻ ദ നേച്ചർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ ഫേം. അവിടെയുള്ള അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അറിയാൻ വേണ്ടി. അപ്പോൾ അതിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണുള്ളത്. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. To ascertain the working capital as on the date of balance sheet. Working capital calculate ചെയ്യാൻ പറ്റും നമുക്ക് ബാലൻസ് ഷീറ്റ് വെച്ചിട്ട്. To know about the sources and application of fund. നമുക്ക് എവിടെ നിന്നൊക്കെ ഫണ്ട് കിട്ടി, അതിന് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ കാണാൻ വേണ്ടി. നെക്സ്റ്റ്, ടു അസർട്ടൈൻ ദ അസറ്റ്സ്, എക്സസ് ഓഫ് അസറ്റ്സ് ഓവർ എക്സ്റ്റേണൽ ലയബിലിറ്റീസ്. എക്സസ് ഓഫ് അസറ്റ്സ് ഓവർ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണേഴ്സ് ഇക്വിറ്റി ആണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ ഓണറിൻ്റെ പാർട്ടായിട്ട് എത്ര അവിടെ ഫണ്ട് ഉണ്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, ടു അസർട്ടൈൻ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആൻഡ് ടു കാൽക്കുലേറ്റ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് റേഷ്യോസ്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം, പിന്നെ അക്കൗണ്ടിങ് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാം. ടു ഇൻഡിക്കേറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. ഇതൊക്കെ വെച്ച് നമുക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഫണ്ട് ഫ്രം ഓപ്പറേഷനും റേഷ്യോസും ഒക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പഠിക്കാനുണ്ട്. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി എന്തൊക്കെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ നീഡെന്ന്. ഇനി എങ്ങനെയാണ് നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇറ്റ് ഷോസ് ദ പൊസിഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആസ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആർ എൻറ്റേർഡ് ഇൻ ഇറ്റ് ഓൺ ദ അസറ്റ് സൈഡ്. അസറ്റ് സൈഡിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ക്യാപിറ്റൽ നേച്ചറിലെ എക്സ്പെൻഡിച്ചർ മോർ ദാൻ 1 ഇയറിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പൈസ ചിലവാക്കിയിരിക്കുന്നത് വെച്ചാൽ അസറ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി അല്ലേ. അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ഓണേഴ്സ് ഇക്വിറ്റി ആർ ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് അക്കൗണ്ട്. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് നമ്മൾ കാണിക്കുന്ന അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസും ഓണേഴ്സ് ഇക്വിറ്റി എന്ന് വെച്ചാൽ ക്യാപിറ്റലും അതുപോലുള്ള കാര്യങ്ങളും. which remain open even after the preparation of trading and profit loss account. അപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും ഈ അക്കൗണ്ട്സ് ഒക്കെ ഓപ്പൺ ആയിരിക്കും. ഇതൊന്നും നമ്മൾ എവിടെയും ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല അല്ലേ. അസറ്റും ലയബിലിറ്റിയും ഒന്നും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലും ഒന്നും ട്രാൻസ്ഫർ ചെയ്തില്ല. അപ്പോൾ ഇതൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. either on asset side or on the liability side of balance sheet. പിന്നെ നമ്മൾ asset സൈഡിലും liability സൈഡിലും ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യും.
Accounts with credit balance which form capital liabilities are shown on the left hand side. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് നമ്മൾ ലാബിലിറ്റീസ് കാണിക്കുന്നത്. അതിൽ അക്കൗണ്ട്സ് വിത്ത് ക്രെഡിറ്റ് ബാലൻസ് ആണ് നമ്മൾ ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. അതുപോലെ ക്യാപിറ്റൽ ഇതൊക്കെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണിക്കും. അതിന് ലാബിലിറ്റി സൈഡ് എന്നാണ് പറയുന്നത്. ആൻഡ് ഡെബിറ്റ് ബാലൻസ് വിച്ച് ഫോം ദ ഐറ്റംസ് ഓഫ് അസെറ്റ്സ് വെച്ചാൽ ഡെബിറ്റ് ബാലൻസ് വരുന്ന അക്കൗണ്ട്സ് അതിനാണ് നമ്മൾ അസെറ്റ്സ് എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണിക്കും. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഐറ്റംസിനെ നമ്മൾ അസെറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് എന്നാണ് പറയുന്നത്. ഇനി അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസിന്റെ ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഗ്രൂപ്പിംഗ് മീൻസ് പുട്ടിംഗ് ടുഗദർ ഐറ്റംസ് ഓഫ് എ സിമിലർ നേച്ചർ അണ്ടർ എ കോമൺ ഹെഡിങ്. ഒരു ഹെഡിങ്ങിന്റെ ഇടയിൽ നമ്മൾ അതിന് സിമിലർ നേച്ചർ ആയിട്ടുള്ള ഐറ്റംസ് കാണിക്കുന്നതിനാണ് നമ്മൾ സാധാരണ അറിയാലോ ഗ്രൂപ്പ് ആക്കി മാറ്റാം. For example, under the heading Sundry Debtors, amount due by all customers to whom goods have been sold on credit are brought. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ആൾക്കാരുടെ പേരിലും നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, ലെഡ്ജർ പ്രിപ്പയർ ചെയ്യും അല്ലേ. പക്ഷെ നമ്മൾ പൈസ കിട്ടാനുള്ള സൺഡ്രി ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പൈസ കിട്ടാനുള്ള ആൾക്കാർ ഒരാളുടെ പേരിലല്ലേ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ലെഡ്ജർ അക്കൗണ്ട്. പക്ഷെ അതെല്ലാം കൂടി ടോട്ടൽ ചെയ്തിട്ട് നമ്മൾ സൺഡ്രി ഡെറ്റേഴ്സ് എന്നുള്ള ഒരു പേരിലാണ് കാണിക്കുന്നത്. അതേപോലെ നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാരുടെയും അതേപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും ഓരോരാളുടെ പേരിൽ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒറ്റൊരു ഹെഡിൽ കാണിക്കും, അല്ലാണ്ട് ഒരാളുടെ പേരിൽ കാണിക്കുന്നില്ല. നെക്സ്റ്റ് മാർഷലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർഷലിംഗ് ഡിനോട്സ് ദ ഓർഡർ ഇൻ വിച്ച് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ആർ ഷോൺ ഇൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിനകത്ത് നമ്മൾ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് കാണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു ഓർഡർ ഉണ്ട്. ഈ ഓർഡറിനാണ് മാർഷലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് കാണിക്കാം. ഒന്ന് ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയും രണ്ടാമത്തെ ഓർഡർ ഓഫ് പെർമനൻസും ആണ്. ഇപ്പോൾ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓർഡർ ഇൻ വിച്ച് അസറ്റ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. അസറ്റ്സിന് ക്യാഷ് ആക്കി മാറ്റാൻ എത്ര പെട്ടെന്ന് പറ്റുമോ അതിൻ്റെ ബേസിലാണ് നമ്മൾ ലിക്വിഡിറ്റി ഫോമാറ്റ് കാണിക്കുന്നത്. ക്യാഷ് ബീങ് ദ മോസ്റ്റ് ലിക്വിഡ് ഐറ്റം. ഇപ്പൊ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ആണ് ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റം അല്ലെ, അതിനെ കൺവേർട്ട് ചെയ്യാനില്ല, അതുകൊണ്ട് അതിനെ ഫസ്റ്റ് ഐറ്റം ആയിട്ട് കാണിക്കും. ആൻഡ് ഗുഡ് വിൽ ബീങ് ദ ലീസ്റ്റ് ലിക്വിഡ് ഐറ്റം. ഗുഡ് വിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഗുഡ് വിൽ നമ്മൾ ലിക്വിഡേറ്റ് ചെയ്യാം നമ്മൾ ഒന്നിക്കൽ അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അതിനെ ബിസിനസ്സിന് സെയിൽ ചെയ്യുന്ന സമയത്തൊക്കെയാണ് സാധാരണ ലിക്വിഡേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഗുഡ് വില്ലിനെ നമ്മൾ എന്ത് ചെയ്യും ലാസ്റ്റ് കാണിക്കാൻ പറ്റുള്ളൂ. ദ ലാബിലിറ്റീസ് ആർ ഷോൺ ഇൻ ദ ഓർഡർ ഓഫ് ഡിസ്ചാർജബിലിറ്റി. അപ്പം എസ് ആയിലാണെങ്കിൽ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ കാണിക്കുമ്പോൾ ലാബിലിറ്റി സൈഡിൽ നമ്മൾ എത്ര പെട്ടെന്ന് ക്യാഷ് കൊടുക്കണം അല്ലേ, ഡിസ്ചാർജ് ചെയ്യണം, അതിൻ്റെ ബേസിലാണ് നമ്മൾ കാണിക്കുക. ദ മോസ്റ്റ് അർജന്റ് ലാബിലിറ്റീസ് ഷോൺ ഫസ്റ്റ് ആൻഡ് ദ ലീസ്റ്റ് അർജന്റ് പേസ് ഷോൺ ലാസ്റ്റ്. അപ്പം ഏറ്റവും ഫസ്റ്റ് കൊടുക്കേണ്ടതിന് ആദ്യം കാണിക്കും, ഏറ്റവും ലാസ്റ്റ് കൊടുക്കേണ്ട ഏതായിരിക്കും ക്യാപിറ്റൽ ആയിരിക്കും അല്ലേ, അതുകൊണ്ട് ക്യാപിറ്റൽ നമ്മൾ ലാസ്റ്റ് കാണിക്കും. ഇതാണ് ഓർഡർ ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇനി ഓർഡർ ഓഫ് പെർമനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് assets and liabilities are shown first followed by current assets and liabilities. നമ്മളിപ്പോൾ പറഞ്ഞ ലിക്വിഡിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓർഡർ ഓഫ് പെർമനൻസ് എന്ന് പറയുന്നത്. പെർമനന്റ് ആയിട്ടുള്ള ആദ്യം കാണിക്കും, അതിനുശേഷം കറണ്ട് ആയിട്ടുള്ള കാണിക്കും. ഇൻ ദ ഓർഡർ ഓഫ് പെർമനൻസ് ഇസ് ജസ്റ്റ് ദ റിവേഴ്സ് ഓഫ് ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. നമ്മൾ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി പഠിച്ചാൽ മതി, പെർമനൻസ് പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് മനസ്സിലാക്കാം. Joint stock companies have to prepare their balance sheet in the order of permanence. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് പെർമനൻസിന്റെ ബേസിലാണ് കാണിക്കേണ്ടത്. നമ്മളിപ്പോൾ പഠിക്കുന്നത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്. അപ്പോൾ അതിൽ ഓൾ ദ അതർ ബിസിനസ് എന്റർപ്രൈസസ് സച്ച് ആസ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് എക്സെട്ര ഫോളോ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. അപ്പോൾ നമ്മൾ ലിക്വിഡിറ്റിയാണ് പഠിക്കേണ്ടത്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഫോളോ ചെയ്യുന്നത് ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ആണ്. അപ്പം നമ്മൾ അസസ് ആയി എഴുതുമ്പം ക്യാഷ് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ക്യാഷ് ആവുന്നത് അടുത്ത ഐറ്റം എഴുതാം, അങ്ങനെ കാണിക്കാം. ലാസ്റ്റ് ക്യാഷ് ആക്കാൻ പറ്റുന്നത് ലാസ്റ്റ് എഴുതാം. ഇനി ലാബിലിറ്റി സൈഡ് കാണിക്കുവാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് കൊടുക്കേണ്ട ഐറ്റം നമ്മൾ ആദ്യം കാണിക്കാം, ലാസ്റ്റ് കൊടുക്കേണ്ട ഐറ്റം ലാസ്റ്റ് കാണിക്കാം. നമുക്ക് ബാലൻസ് ഷീറ്റിന്റെ ഫോമാറ്റ് നോക്കാം. ലാബിലിറ്റി സൈഡ് നോക്കാം. ലാബിലിറ്റി സൈഡിൽ ഫസ്റ്റ് വരുന്ന ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് അക്കൗണ്ടിൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ കയ്യിലെ അക്കൗണ്ടിലുള്ള പൈസയും കാട്ടി കൂടുതൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റി. അത് ഏറ്റവും ഷോർട്ട് പീരീഡിൽ നമ്മൾ തിരിച്ചടക്കണം എന്നാണ്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് നടക്കേണ്ടത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്, അതുകൊണ്ട് അത് ഫസ്റ്റ് എഴുതി. നെക്സ്റ്റ് സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അതിനുശേഷമാണ് ലോൺ വരുന്നത്. ലാസ്റ്റ് ആണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എപ്പോൾ തിരിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ബിസിനസ് ക്ലോസ് ചെയ്യുമ്പോൾ മാത്രം, അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ലാസ്റ്റ് കാണിക്കാം.
ഇനി ക്യാപിറ്റലിൻ്റെ അകത്ത് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്താ എഴുതിയത്? ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അതുകൊണ്ട് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കാം നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് ലോസ് ആണ് ക്യാപിറ്റലിന് മൈനസ് ചെയ്ത് കാണിക്കാം. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സോൾ പ്രൊപ്പറേറ്ററിനാണ്, അപ്പോൾ അയാൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് അയാൾക്ക് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇൻട്രസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ക്യാപിറ്റൽ കൂടല്ലേ ചെയ്യുന്നത്. നമ്മൾ ബാങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആലോചിച്ചാൽ മതി. ബാങ്കിൽ നമ്മൾ 1000 റുപ്പീസ് ഇട്ട് അതിൻ്റെ മേലെ ഇൻട്രസ്റ്റ് വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ 1000 റുപ്പീസ് കൂടിയല്ലേ. നമ്മൾ അപ്പം തന്നെ വിഡ്രോ ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് പോകുമ്പോൾ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടില്ല, അവർ നമ്മുടെ പൈസ കൂടി നടത്തും. അതുപോലെ തന്നെയാണ് ബിസിനസ്മാൻ ക്യാപിറ്റൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു, ബിസിനസ് ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ്, അപ്പം ബിസിനസ്മാൻ്റെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു, അതുകൊണ്ട് ക്യാപിറ്റൽ ആഡ് ചെയ്തു. ഡ്രോയിങ്സ് ലെസ് ചെയ്യുക. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബിസിനസ്മാൻ ബിസിനസ്സിനെ എടുത്തു കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അയാളുടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുകയോ ചെയ്യാം. അത്രയും എമൗണ്ട് അയാളുടെ ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യും. ക്യാഷ് ആയിട്ടും ഡ്രോയിങ്സ് വരും, അല്ലെങ്കിൽ ഗുഡ്സ് ആയിട്ടും വരും. അപ്പോൾ രണ്ടായി കഴിഞ്ഞാലും അയാളുടെ ക്യാപിറ്റലിന് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ ക്യാപിറ്റൽ കുറയുന്നതായിട്ടുണ്ട് ലെസ് ചെയ്യാം. ഇപ്പോൾ ഇത്രയാണ് ലാബിലിറ്റി സൈഡിൽ. അസറ്റ് സൈഡിൽ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ആയതുകൊണ്ട് ആദ്യം നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ്, കയ്യിലുള്ള ക്യാഷാണ് ആദ്യം ലിക്വിഡ് എന്ന് പറയാം. പിന്നെ ക്യാഷ് അറ്റ് ബാങ്ക്, നമുക്ക് ബാങ്കിൽ പോയി എടുത്തു കൊണ്ടുവരാനുള്ള സമയം വരും അല്ലേ ക്യാഷിന്, ബാങ്കിലുള്ളതാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് സെക്കൻഡ് എഴുതി. പിന്നെ ബിൽസ് റിസീവബിൾ, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, സൺട്രി ഡെറ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസ്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അസറ്റ് സൈഡിൽ ഫേർണിച്ചർ, മെഷീനറി, ഇതൊക്കെ കുറച്ചുകൂടി ടൈം എടുക്കും സെയിൽ ചെയ്ത് ക്യാഷ് ആക്കി മാറ്റാൻ. ഫേർണിച്ചർ, മെഷീനറി, പ്രെമിസസ്, ലാസ്റ്റ് ആണ് ഗുഡ് വിൽ വരുന്നത്. എന്തുകൊണ്ടാണ് ഗുഡ് വിൽ എപ്പോഴാണ് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നത്? നമ്മുടെ ബിസിനസ്സിൽ വലിയൊരു ചേഞ്ച് വരുമ്പം, ചിലപ്പോൾ അത് നമ്മൾ സെയിൽ ചെയ്യോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ചേഞ്ചസ് വരുമ്പോൾ അങ്ങനെയുള്ള സമയത്ത് മാത്രമേ ഗുഡ് വില്ലിൻ്റെ വാല്യുവേഷൻ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഗുഡ് വില്ല് ലാസ്റ്റ് കാണിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതിൻ്റെ ഒക്കെ ഫോമാറ്റ് മാത്രമാണ് പഠിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഇല്ലസ്ട്രേഷൻസ് പഠിക്കണം, അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ്സും പഠിക്കണം. അപ്പോൾ ഓരോ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാം. ഇപ്പോൾ ജസ്റ്റ് ഫോമാറ്റ് എല്ലാവരും പഠിച്ചു വെക്കാം. ഐറ്റംസും ആരും ബൈ ഹാർട്ടൊന്നും പഠിക്കേണ്ട, ഏകദേശം മനസ്സിലാക്കിയാൽ മതി. ട്രേഡിംഗ് അക്കൗണ്ട് ആണെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതും ഫാക്ടറിയിൽ വരുന്നതുമായിട്ടുള്ള എക്സ്പെൻസസ് ആണ് അതിൽ വരുന്നത്. പെർച്ചേസുമായിട്ട് റിലേറ്റഡ് ആവുന്ന, പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റഡ് ആവുന്ന, അല്ലെങ്കിൽ ഫാക്ടറിയിൽ വരുന്നത്. ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതിലല്ലാത്ത എല്ലാ ഇൻകം എക്സ്പെൻസും നമ്മളെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ വരും. അതിനുശേഷം ബാലൻസ് ഷീറ്റിൽ അസറ്റ്സും ലാബിലിറ്റീസും വരും. അപ്പം നമ്മൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയതുകൊണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയിൽ വേണം പ്രിപ്പയർ ചെയ്യാൻ. അപ്പം അസറ്റ് സൈഡിൽ ആദ്യം ക്യാഷ് വരും, ലാസ്റ്റ് ഗുഡ് വിൽ വരും. എന്തുകൊണ്ടാണ്? ക്യാഷാണ് ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റം, ഏറ്റവും ലിക്വിഡ് അല്ലാത്തത് ഗുഡ് വില്ലാണ്. ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് നമുക്ക് അതിനെ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫിക്സഡ് അസറ്റ്സ് ഒക്കെ താഴോട്ട് പോകുന്നത് അതുകൊണ്ടാണ്. നമുക്ക് ലാൻഡൊക്കെ പെട്ടെന്ന് സെയിൽ ചെയ്ത് മാറ്റുന്നില്ല. അതും ലാൻഡൊക്കെ എപ്പോഴാണ് സെയിൽ ചെയ്യുക? നമ്മൾ ബിസിനസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് സെയിൽ ചെയ്യുന്നുള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ അതൊക്കെ താഴെ കാണിച്ചു. ലാബിലിറ്റി സൈഡിലാണെങ്കിൽ ആദ്യം കൊടുത്ത് തീർക്കേണ്ടത് ആദ്യം കാണിക്കണം, ലാസ്റ്റ് കൊടുത്ത് തീർക്കേണ്ടത് ലാസ്റ്റ് കാണിക്കുക. അതുകൊണ്ട് ക്യാപിറ്റൽ ഏറ്റവും ലാസ്റ്റ് കാണിക്കണം. അപ്പം ഇത്രയാണ് നമ്മുടെ ഫോമാറ്റ്. അപ്പം ഇതൊക്കെ നല്ലപോലെ മനസ്സിലാക്കി വെച്ചിട്ട് വരാം. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. അപ്പം അതുവരേക്കും ഹാപ്പി ലേണിംഗ്.